ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ കരിനായനാരെ കുറിച്ച് മനസ്സിലാക്കാം. കരിനായനാർ തിരുക്കടവൂർ സ്വദേശിയായിരുന്നു. തികഞ്ഞ ശിവഭക്തനായിരുന്നു. തമിഴിൽ അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചോള, ചേര, പാണ്ഡ്യ രാജാക്കന്മാരുടെ അടുത്തേക്ക് പോയി തമിഴ് കോവൈകൾ പാടി ധാരാളം പണം സമ്പാദിച്ചു. ആ സമ്പത്ത് മുഴുവനും ശിവഭക്തരെ സേവിക്കാനും ക്ഷേത്രങ്ങൾ പണിയാനും വിനിയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ മഹത്തരമാക്കിയത്. ഒരു യഥാർത്ഥ ഭക്തന്റെ സമ്പത്ത് ഭഗവാൻ തന്നെയാണ്. അവൻ എല്ലാറ്റിലും ഭഗവാനെ മാത്രം ദർശിക്കാൻ കഴിയുന്നു. നമ്മുടെ സ്രഷ്ടാവിന്റെ ഉദ്ദേശവും ഇതുതന്നെയല്ലേ? അങ്ങനെ ഭഗവാനും ഭക്തനും രണ്ടല്ല എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുതന്നെയല്ലേ മുക്തി, മോക്ഷം എന്ന് പറയുന്നതും. അഹങ്കാരം പൂർണ്ണമായും നശിക്കുന്നു. ഞാൻ, എന്റേത്, എനിക്ക് എന്ന ചിന്തയില്ലെങ്കിൽ ആ പരമപദം നമുക്കും പ്രാപിക്കാം അനായാസമായി. ഓം ശിവശക്തൈക്യ രൂപിണേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.